ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിലെ 31 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. സ്വർഗരാജ്യത്തെക്കുറിച്ച് കഥകൾ പറയുന്ന ഈശോ സ്വർഗരാജ്യത്തെ അടുത്ത് അനുധാവനം ചെയ്യാൻ ഓരോ ക്രിസ്ത്യാനിയും ഒരുക്കാനായിട്ട് അവിടുന്ന് തിരുവചനത്തിലെ സാരസത്ത ഉൾക്കൊള്ളാൻ കഴിയും വിധം നമുക്ക് കഥകൾ പറഞ്ഞു തരികയാണ്. പൗലോസ്ലീഹ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ഗുരുവായ ഭക്ഷണം കഴിക്കാനുള്ള പാകത ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പാലാണ് ആവശ്യം. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നു, മുതിർന്നവർക്ക് ഭക്ഷണവും. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുവാൻ ശിഷ്യന്മാർ പരിപക്വമാകുന്ന ഒരു സാഹചര്യം വരെ കഥകളിലൂടെ, ഉപമകളിലൂടെ അവിടുന്ന് സംസാരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വ്യക്തമാണ്. കടുകുമണിയോട് ഈശോ ഉപമിക്കുന്നു. വിത്തുകളിൽ ചെറുതാണ് കടുക്. അത് വളർന്ന് വലുതാകുമ്പോൾ അതിൻ്റെ ചില്ലകളിൽ പക്ഷികൾ കൂടേറാൻ തക്ക വിധം, കൂടൊരുക്കാൻ തക്ക വിധം അത് വലുതായിട്ട് തീരുന്നു. പലസ്തീനയിലെ ഗ്രാമാന്തരങ്ങളിലുള്ള വലിപ്പമുള്ള കടുക് മരങ്ങളാകാം ഇവിടെ വിവക്ഷിക്കപ്പെടുക. വൃക്ഷങ്ങളുടെ ചില്ലകളിൽ ചേക്കേറാൻ തക്ക വിധം കടുക് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കുഞ്ഞു കുറ്റിച്ചെടി അല്ല എന്ന് കൗതുകത്തോടെ നാം തിരിച്ചറിയണം. ഈ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവരാജ്യത്തിൻ്റെ വിത്ത് മനുഷ്യഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെടുമ്പോൾ അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നത് ആ വിത്ത് വളർന്ന് വിള നൽകുമ്പോഴാണ്, ഫലങ്ങൾ ചൂടുമ്പോഴാണ്. നമ്മളും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനമാകുന്ന വിത്തിനെ ലഭിച്ച വളവും വെള്ളവും ഉപയോഗിച്ച് നന്നായി വളർന്ന് ഫലം ചൂടുന്ന വൃക്ഷങ്ങളായിട്ട് മാറണം. ദൈവരാജ്യം മനുഷ്യഹൃദയങ്ങളിലും മാനവരാശിയുടെ മധ്യത്തിലും പ്രഘോഷിക്കപ്പെടണം. അല്പം കൂടെ വ്യതിരിക്തമായ ഒരു ഭാഷയിൽ ഈശോ പറഞ്ഞു, സ്വർഗരാജ്യം ഒരു സ്ത്രീ ഒരിടങ്ങഴി മാവിനുള്ളിൽ കലർത്തുന്ന അല്പം പുളിമാവിന് സദൃശം. പുളിമാവ് കുറച്ചേ ഉള്ളൂ, അളവിൽ വളരെ കുറവാണ്. എങ്കിലും ആ പാത്രത്തിലുള്ള മാവിനെ മുഴുവൻ പുളിപ്പിക്കാൻ തക്ക വിധം അതിൻ്റെ ഉള്ളിൽ ഈ പുളിപ്പ് അടങ്ങിയിട്ടുണ്ട്. മാവിനെ പുളിപ്പിക്കാൻ പോരുന്ന പുളിമാവായിട്ട് ദൈവരാജ്യത്തെ ഈശോ ഉപമിക്കുകയാണ്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വീണ്ടും ദൈവത്തിൻ്റെ തിരുവചനം വിതയ്ക്കപ്പെടുമ്പോൾ അത് പുളിമാവ് പോലെ പടർന്ന് മറ്റുള്ളവരെയും രുചി നൽകുന്ന, പുളിപ്പ് നൽകുന്നതാക്കി മാറ്റണം. എൻ്റെ ഹൃദയത്തിൽ തമ്പുരാൻ വിതച്ച വചനത്തിൻ്റെ വിത്ത് അത് എൻ്റെ ഉള്ളിൽ സുദൃഢമായി നിൽക്കുന്ന കാലത്തോളം ജനമധ്യത്തിൽ ഇറങ്ങി അവൻ്റെ വചനത്തിൻ്റെ ഉപാസകരാകാൻ, നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം വചനത്താൽ ധന്യരാക്കാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, 2 കഥകൾ പറഞ്ഞിട്ട് ഈശോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഉപമകളിലൂടെ മാത്രമേ ഈശോ സംസാരിച്ചുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടാൻ തക്ക വിധം ഹൃദയങ്ങൾ ഒരുക്കി കഴിഞ്ഞ് അവിടുന്ന് കൂടുതൽ വ്യക്തമായവ പറയുമെന്ന് നമ്മുടെ ഹൃദയത്തെ ബോധ്യപ്പെടുത്തുന്നു. പന്തക്കുസ്താ തിരുനാളിൽ ശിഷ്യന്മാരുടെ മേലെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ
പത്രോസ്ലിഹായുടെ ഒറ്റ പ്രസംഗം മതി ഈ കഥയുടെ പൊരുള് നമുക്ക് മനസ്സിലാക്കാൻ. ശക്തരായ വചനപ്രഘോഷകരായിട്ട് മാറാൻ ഈശോ അവിടെ കുഞ്ഞു ഹൃദയങ്ങളിൽ വചനത്തിൻ്റെ വിത്ത് പാകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലും ഈശോ വചനത്തിൻ്റെ വിത്ത് പാകിയിട്ടുണ്ട്. അതിനെ വളർത്തി പരിപക്വമായി ജനഹൃദയങ്ങളിൽ എത്തിക്കാനുള്ള വലിയ ധാർമ്മിക ഉത്തരവാദിത്വം ഈശോ നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തിൻ്റെ ഉപാസകരായിട്ട് നമുക്ക് മാറാം. ഒപ്പം വചന പ്രഘോഷണ വേദികളിൽ ഈശോയുടെ വചനം പങ്കുവയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന എല്ലാവരും വലിയ ഗഹനമായ കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കാതെ വചനത്തിൻ്റെ ഉള്ളുകളിലെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുവാൻ തക്ക വിധം കഥകൾ പറഞ്ഞ്, ഉപമകൾ പറഞ്ഞ്, വചനബദ്ധമായ ഒരു ശൈലി ഹൃദയങ്ങളിൽ രൂപം കൊള്ളും തക്ക വിധം മറ്റുള്ളവരെ ഒരുക്കാനുള്ള നിയോഗം കൂടെ ഈശോ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് വചനത്തിൻ്റെ ഉപാസകരാകാം. അനേകരെ വചനത്തിലേക്ക് നമുക്ക് ആനയിക്കാം. കൊച്ചു കൊച്ചു ജീവിതങ്ങളിലെ കുഞ്ഞു കുഞ്ഞു മാതൃകകളിലൂടെ അനേകരെ ദൈവരാജ്യത്തിൻ്റെ മക്കളാക്കി നമുക്ക് മാറ്റാം. എന്നിൽ അവൻ നിക്ഷേപിച്ചിരിക്കുന്ന പുളിമാവിനെ ലോകം മുഴുവനും വചനത്തിൻ്റെ പുളിപ്പ് കൊണ്ട് നിറയ്ക്കാൻ തക്ക വിധം ഒരുക്കാൻ നമുക്ക് സാധിക്കുക. എൻ്റെ ഹൃദയത്തിൽ അവൻ പാകിയിരിക്കുന്ന കുഞ്ഞ് വചനത്തിൻ്റെ വിത്തിനെ വളർത്തി വലുതാക്കി അനേകർക്ക് ആശ്വാസത്തിൻ്റെ തീരമണയാൻ തക്ക വിധം അതിനെ പരിപക്വപ്പെടുത്തുവാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഈ മേഖലകളിൽ ഒരു പുതിയ കടന്നുവരവിന്, ഒരു പുതിയ പന്തക്കുസ്താനുഭവത്തിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.